നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് ഹൽവയാണ്. ആദ്യമേ തന്നെ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ നെയ്യ് തേച്ച് അതൊന്ന് മാറ്റി വെക്കണം. നെയ്യ് തേച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാത്രം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് മാവിന് 4 കപ്പ് വെള്ളമാണ് നമ്മൾക്ക് വേണ്ടത്. ആദ്യമേ തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് കട്ടയില്ലാതെ നല്ല പോലെ കലക്കിയെടുക്കുക. നമ്മൾക്കിനി ഇതിനകത്തോട്ട് 3 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്കിത് 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. ആദ്യമേ തന്നെ വലിയ അരിപ്പയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പം ഇവിടെ വലിയ അരിപ്പയിൽ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ശർക്കരയാണ്. നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് പൊടിച്ച ശർക്കര എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ 4 വലിയ അച്ച് ശർക്കര എടുത്താലും മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഉരുക്കാനായിട്ട് വെക്കാം. ശർക്കരയെല്ലാം തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശർക്കര നേരെ അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾക്ക് വെക്കാം. നമ്മൾ നേരത്തെ അവിടെ ഗോതമ്പ് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരെ ഒഴിക്കാം. ഇതിപ്പം ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ സമയത്തെല്ലാം ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. 1/4 കപ്പ് നെയ്യ് എന്തായാലും വേണ്ടി വരും. ഓരോ ടീസ്പൂണായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക. നെയ്യ് ഇതിനകത്തേക്ക് നല്ല പോലെ മിക്സ് ആകുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിവിടെ കുറച്ച് നട്ട്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് നെയ്യ് ഏതാണ്ട് തീർന്നു. ഇതുപോലെ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കുമ്പോൾ അടിഭാഗം നമ്മൾക്ക് കാണാൻ പറ്റണം. അതാണ് ഇതിൻ്റെ കണക്ക്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ നെയ്യ് തടവിയിട്ട് അവിടെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇത് നേരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഹൽവയിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് സെറ്റ് ആവാനായിട്ട് 2-3 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹൽവയെല്ലാം നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് മുകളിൽ വെച്ചതിന് ശേഷം ഈ ഹൽവയുടെ പാത്രം നമ്മൾക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിൽ നല്ലപോലെ നെയ്യൊക്കെ തടവിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൽവയെല്ലാം കറക്റ്റായിട്ട് തന്നെ വീണോളും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹൽവയാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഒരുപാട് സമയമെടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്.